കഴിഞ്ഞ 2 മാസത്തെ ഫുൾ റിപ്പോർട്ട് നോക്കാം. ഇവിടെ മഴ തന്നെ പറഞ്ഞിട്ട് കച്ചറോട് കച്ചറ. ലാബ് തുറക്കുന്നതിന് മുന്നേ നമ്മളിത് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ കഷായിട്ട് കുടിക്കുന്നവരെ കുടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കുറച്ച് നേരത്താണ്. സമയം ഒരു 6 മണിയായി ഉണ്ടാവും. ഇന്ന് ടെസ്റ്റ് ഉണ്ട്, ഹിബക്ക് ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ 3 അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ടെസ്റ്റൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞാനോട് ഇങ്ങനെ മാറ്റി നിൽക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റീസൺ എന്താ പറയുക ശിക്ക, ഇത് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നേരത്തെ ഇങ്ങോട്ട് എണീറ്റിട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ യൂഷ്വലായിട്ട് ഒരാൾ കഴിക്കുന്നത് 9:30 ആകുമ്പോൾ നമുക്ക് കഴിക്കും ഫുഡ്. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല ടെസ്റ്റ് കഴിയുന്നവരെ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ ടെസ്റ്റിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം വിചാരിച്ചത് ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാമെന്നായിരുന്നു. പിന്നെ ഈ ടെസ്റ്റ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോയി ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എൻ്റെ വീടിനടുത്തുള്ള എന്താ പറയാ സ്ഥലങ്ങളാണ്. സംഭവം നമ്മൾ ലൊക്കേഷനിലെത്തി ഗൈസ്. എന്ത് ചെയ്യാനാ ഗൈസ്, പങ്ക്ച്വാലിറ്റി കുറച്ച് കൂടുതലായി പോയതുകൊണ്ട് ലാബ് തുറന്നില്ല. ലാബ് തുറക്കുന്നതിന് മുന്നേ നമ്മളിത് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചു അവരോട് കേട്ടോ, എത്ര മണിക്കാണ് വേണ്ടതെന്നൊക്കെ. അവർ പറഞ്ഞു നമ്മൾ 6:30 കറക്റ്റ് ആകുമ്പോൾ ലാബ് ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ 6:30 നമ്മൾ പഞ്ച്വാലിറ്റി ഉള്ളത് കൊണ്ട് കറക്റ്റ് 6:35 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിൽ വന്നതില്ലേ. പക്ഷെ എന്താണ് ഗൈസ്, ഇങ്ങനെ എന്താ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പൊ എന്തായാലും പോസ്റ്റ് ആണ്. ഇനിയിപ്പോ ഇവിടെ ആരെയും വന്ന് തുറന്ന് ഇത് തുറന്ന് ക്ലീൻ ആക്കിയൊക്കെ വരണ്ടേ. അപ്പൊ അതുവരെ നമ്മളവിടെ പോസ്റ്റ് ആണ് സംഭവം. അതുവരെ നമുക്ക് ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കാം ഗൈസ്. അതെ, ഈ പ്രാവശ്യം പിന്നെ ഇവർക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല, സ്കാനിങ് ഒന്നും ഇല്ലല്ലോ. അത് ജസ്റ്റ് ഒരു ടെസ്റ്റ്, ഗ്ലൂക്കോസ് ടെസ്റ്റ് മാത്രമാണല്ലോ. ഇതിപ്പോ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊണ്ട് ഒന്ന് ഡോക്ടറെ കാണിക്കാനുള്ളൂ. എന്നാലും പക്ഷെ ഇപ്രാവശ്യം എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. പഠിച്ചോനെ, എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും കുറെ ചോദിക്കാനാട്ടോ പോവാ. ഡോക്ടറെ അടുത്ത് പോയി ഇരുന്ന സമയത്ത് മറന്നു. പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഇത് ചോദിച്ചില്ല. ഇത് ഈ പ്രാവശ്യം ഞാൻ കുറെ നോട്ട്സിലാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആശിക്ക ഇരുന്നിട്ട് നോട്ട് ചെയ്തു. എനിക്കാണ് ഈ പ്രാവശ്യം അവള് ഉത്തരവാദിത്തം തന്നത്, നിങ്ങളാണ് ഈ പ്രാവശ്യം ഉറക്കേണ്ടത്. അതുകൊണ്ട് എനിക്കും മറന്നു. അതുകൊണ്ട് ഞാൻ ഫോണിന്റെ നോട്ട്സ് എടുത്തു. ഇനി എന്താ സംഭവിക്കാൻ വന്നെങ്കിൽ അവിടെ എത്തുമ്പോൾ നോട്ട്സ് ഓർക്കാൻ മറന്നു. അങ്ങനെ കാത്തിരുന്ന് കറക്റ്റ് ഫൈനലി നമ്മളെ ലാബ് ഓപ്പൺ ആയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഇത് ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം വീണ്ടും ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യണം അല്ലേ? 1 മണിക്കൂറോ 3 മണിക്കൂർ? ഇത് എന്താ പ്രൊസീജിയർ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. നമ്മളെ സാധാ ഗ്ലൂക്കോസ് അല്ലേ ആണ്. മണിക്കൂർ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അത്രയും മധുരമുണ്ട്. സംഭവം സാധാ ഗ്ലൂക്കോസാ, പക്ഷേ കഷായിട്ട് കുടിക്കുന്നവരെ കുടിക്കുന്നത്. രാവിലെ തന്നെ വെറുമായിട്ട് കുടിക്കുന്നതിന് കൊണ്ടപ്പോൾ 1 മണിക്കൂറുണ്ട് ഗൈസ്. 7:54 കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്താനാണ് പറഞ്ഞല്ലേ. അതുവരെ നമുക്ക് കാറിൽ ഇരിക്കുക, കഥ പറയാം അല്ലേ. വീട്ടിൽ പോയിട്ട് വരുന്ന പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് കാറിൽ ഇരുന്ന് കഥ പറയാം. 1 മണിക്കൂറല്ലേ. ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒരു വലിയൊരു ഗ്ലാസ് മൊത്തം വെള്ളം ഒറ്റയടിക്ക് കുടിക്കാറില്ല. 2 പാക്ക് ഗ്ലൂക്കോസ് ആണ് കളിക്ക് തന്നതിൽ. 2 പാക്ക് ഗ്ലൂക്കോസിൻ്റെ ഇതുമല്ല. ഇപ്പൊ ഒരു ലൈമൊക്കെ കുടിക്കുകയാണെങ്കിൽ പോലും പകുതി ഞാൻ ആലോചിക്കുന്നു ഇങ്ങനെ കുടിക്കുമ്പോ, അതും വെറും വയറ്റിലൊക്കെ വന്നിട്ട് അത് നമ്മൾ ഉറക്കത്തൊക്കെ വന്നിട്ട് 2 ഗ്ലാസ് എന്തായാലും കുറച്ചു നേരം വിശ്രമിക്കട്ടെ. നമുക്ക് 1 മണിക്കൂർ സമയമുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് റെസ്റ്റ് എടുത്ത് കറക്റ്റ് ടൈമിൽ എത്താൻ പറഞ്ഞു. ഇത് എന്താ അവരെങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല്, ആദ്യം ബ്ലഡ് എടുക്കും, ബ്ലഡിന് കൂടെ യൂറിൻ എടുക്കും, എന്നിട്ട് ഗ്ലൂക്കോസ് കുടിക്കുക, എന്നിട്ട് അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സെയിം പ്രൊസീജിയർ ബ്ലഡും യൂറിനും എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ വീണ്ടും ബ്ലഡ് യൂറിൻ എടുക്കും. ബ്ലഡ് എടുക്കുന്ന ആൾക്ക് പേടി. എത്രയോ എന്താ പറയുക, നേഴ്സിന് വേനാക്കരുത് വാടിയും കൊടുത്ത്. ഇതിന് മുമ്പ് ഒരു നേഴ്സിനോട് ഇതേമാതിരി പറയാഞ്ഞിട്ട് ഓല് എന്താ പറയുക കലാക്കി കൊടുത്ത് 1 ആഴ്ച ഉണ്ടായിരുന്നില്ലേ. അത് ഈ കയ്യില് ഇപ്പോഴും പോയില്ല, പോയി കുറെ ടൈം എടുത്തു. ഫുള്ള് ഇവിടെ കല്ലിച്ച മാതിരി ആയി പോയി.
ഇത് പക്ഷെ അത്ര വേദന ഇല്ലേനു. ഈ കൈ എടുത്ത് വലിയ വേദന. 2 അങ്ങനെ കാത്തുനിന്ന് 1 മണിക്കൂർ ആയപ്പോൾ നല്ല മഴ. ഈ മഴയും കൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വരും. വണ്ടിയെ കൂടെ വെച്ചാൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ? കാരണം അവിടെ മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ടോ? അവിടേക്ക് മഴയില്ല. അങ്ങോട്ട് പാർക്ക് ചെയ്താൽ മതില്ലേ? പക്ഷെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെന്തും സേഫ്റ്റി ആയിട്ടൊരു സാധനം ഇവിടെ കൊണ്ടു നടക്കാറുണ്ട്. നമ്മുടെ പോക്കറ്റ് ഷമ്പല്ല. വെറുതെ നനയ്ക്കണ്ടല്ലോ. അതാ പ്രശ്നം, നനയ്ക്കാൻ സമ്മതിക്കൂല. കുട എന്തിനാ എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ. അതിങ്ങനെ എന്താ പറയാ, അതിങ്ങനെ വൃത്തിയിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കണം. എടുക്കാൻ പാടില്ല, നനയ്ക്കാനൊന്നും പാടില്ല. അപ്പം നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നല്ല പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും എവിടെ പരിപാടികൾ തുടങ്ങിയേക്കുള്ളൂ. ഇവിടെ ഏകദേശം 2 മണിക്കൂറായും പോസ്റ്റ്. ഇനിയിപ്പോ റിസൾട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലേ. ഇനി 1/2 മണിക്കൂറിന് കാത്തുക്കാനുള്ളതില്ല. അവിടെ ഭയങ്കര വിശപ്പ് ഇപ്പഴേ തുടങ്ങി കഴിഞ്ഞിട്ട്. അതല്ല, നമ്മളിപ്പോ പോയതുകൊണ്ടാണ്, നമ്മൾ നേരത്തെ പോയതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടെ എത്ര ആൾക്കാരാ. ശരി, നമ്മൾ നേരെ വൈകി പോവാണെങ്കിൽ ഇപ്പോഴൊന്നും ടെസ്റ്റ് നല്ല വിറ്റുണ്ട്. എന്താ അറിയോ, നമ്മള് കാറിൽ ഇരുന്നല്ലേ, എന്നിട്ട് ഡയറക്റ്റ് പോയിട്ട്, കാരണം കറക്റ്റ് ടൈമിന് എടുക്കണല്ലോ. അപ്പൊ ഡയറക്റ്റ് പോയിട്ട് ഈ ബ്ലഡ് എടുക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്. കേറി വന്ന പാട്ട് പോയിട്ട് ബ്ലഡ് നമ്മളിവിടെ ഇവള് പെട്ടെന്ന് കേറിയപ്പോ ആൾക്കാർ വിചാരിച്ചു നമ്മള് നേരെ വന്ന് അങ്ങോട്ട് കേറാന്ന്. സംഭവം നമ്മള് 2 മണിക്കൂർ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്തെന്ന് പലർക്കും അറിയില്ലല്ലോ. നല്ല വിശപ്പുണ്ടാവുന്നത്. നമ്മുടെ വീടിന്റെ ഒരു പണി നടക്കുന്നതിന് കൊണ്ട് ഫുള്ള് സൗണ്ട് കേൾക്കില്ല പറയുന്നത്. പൂളക്കറി വിത്ത് മീൻകറി, അതിന്റെ കൂടെ പുട്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. പക്ഷേ നല്ല മഴ, നമ്മളൊന്ന് ലേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. 11:30 അപ്പോയിൻമെൻറ്റ്. ഇപ്പം തന്നെ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. നല്ല മഴ കൊണ്ട് തന്നെ കുറച്ച് പോസ്റ്റായി. ഇവിടെ മഴ തന്നെ പറഞ്ഞിട്ട് കച്ചറോട് കച്ചറ. ഇങ്ങനെ ചെറിയ മക്കളുണ്ടോ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുന്നേ? കണ്ടിക്കണോ? എന്റെ മുടി നനഞ്ഞ്, എന്റെ കാല് നനഞ്ഞ്, എന്റെ പാന്റ് നനഞ്ഞ് പറഞ്ഞു. പിന്നെ മഴയല്ലേ, നനയൂലേ? വണ്ടി മൊത്തം. എന്നിട്ട് നമ്മളെ കാറിൽ കയറലും മഴ നിൽക്കലും. അതാണ് കാരണം സൈഡ് മൊത്തം വെള്ളം കയറി. മഴ നമുക്ക് ഫുള്ള് വെള്ളം കയറി. സാരല്ല. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ട് നിൽക്കാണ്. എന്റെ റിസൾട്ട് ഒക്കെ വന്നിട്ട് ചെറുതായിട്ടൊരു ധാരണയൊക്കെ എനിക്ക് വന്നിട്ടു. പറയാത്ത നല്ലത്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായിട്ട് ഇപ്പൊ ഡോക്ടറിന് എന്തൊക്കെ പറയാനുള്ളതെന്നുള്ളതും കൂടെ ബാക്കി വിശേഷങ്ങൾ ഷെയർ ആക്കല്ലേ. ഡോക്ടർ എന്റെ കാലത്ത് തീരുമാനാക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ല അടിപൊളി റിസൾട്ടാ. എന്തായിട്ടും പറയാം അതിനെ പറ്റി തന്നെ. എന്തായിട്ട് ഡോക്ടർ എന്താ പറയാനുള്ളതും കൂടെ നമുക്ക് കേൾക്കാം. കഴിഞ്ഞ 2 മാസത്തെ ഫുൾ റിപ്പോർട്ട് നോക്കാം. നമുക്ക് വാട്സപ്പിലല്ലേ വരല്ലേ? അപ്പൊ റിപ്പോർട്ടെല്ലാം കൈമിലൊന്നും വാങ്ങിച്ചാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഫുള്ള് വാട്സപ്പിലല്ലേ വരാം. അപ്പോൾ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചു കഴിഞ്ഞ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർ പാർക്കിംഗ് ആയിട്ട് കുറച്ച് ദൂരമുണ്ട്. എന്താ പറയുക, കാർ എടുക്കാൻ പോകാൻ. അപ്പം ഞാൻ ഓളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളിങ്ങനെ വരുന്നുണ്ട്. നല്ല ടയേർഡായിരുന്നു ടോട്ടലായിട്ട്. കുറേ നേരം ഉണ്ടായിരുന്നു ഡോക്ടറെ കാത്ത് കണ്ടായിരുന്നു അല്ലേ? അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞെന്ന് പറയാം. ഞാൻ ഒരു ടയേർഡായിപ്പോയി എന്ന് പറയാം. രാവിലെ തൊട്ട് ഇറങ്ങിയത്, രാവിലെ 6 മണി മുതൽ എന്താ പറയുക, ഇപ്പം സമയത്ത് 3 മണിയായില്ലേ? ആകെ കഴിച്ച രാവിലത്തെ ഫുഡ് മാത്രം. അതെങ്ങനെ അതിന്റെ അടുക്കൊക്കെ കഴിച്ച്? അതിനെടുക്കുമ്പോ എന്താ കഴിച്ചേ? ഞാൻ അങ്ങനെ വരുമ്പോ കഴിച്ചു. ഒരു ഇളഞ്ഞി ഇളഞ്ഞി കഴിച്ചിക്കണേ. മറ്റേ ഫ്രൂട്ട്സ് കഴിച്ച്, നട്ട്സ് കഴിച്ച്. അത് 4 നട്ട്സൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് പറയുമ്പോൾ തന്നെ ഇനിയിപ്പോ നല്ല പോയിട്ട് എന്തെങ്കിലും. അപ്പൊ അൽഹംദുലില്ലാ നമുക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വയറ് നിറച്ച പ്രശ്നങ്ങളായിട്ടപ്പോ പോകുന്നത്. ഓൾക്ക് നല്ല കേട്ടിക്ക് നല്ല ശ്രദ്ധിക്കാൻ പറഞ്ഞോളൂ. പക്ഷെ നമ്മളെ ഡോക്ടർ ഭയങ്കര കാമൻ. നമ്മളെ ഡോക്ടർ ഭയങ്കര പേടിപ്പിക്കൂല. നമ്മളെ എന്തെന്നായാലും നമുക്കൊരു എനർജി തരും അല്ലേ? ഇവ അങ്ങനത്തെ ഡോക്ടർ നമ്മളടുത്ത് ഭയങ്കര ഒരു, നമ്മള് ഭയങ്കര ടെൻഷൻ അടിച്ചേക്ക് ചിലപ്പോ ഡോക്ടറെ അടുത്ത് പോവേ. പക്ഷെ ഡോക്ടറെ അടുത്ത് സംസാരിക്കുമ്പോ ഇത് ഇത്രേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ ഇത് അത്ര വലിയ സിമ്പിൾ ആയിട്ടൊന്നും അല്ല പറഞ്ഞത്.
നമ്മളെ ഉച്ച സമയം അതിക്രമിച്ചിരിക്കുന്നു. അടുത്തത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഫുഡ് അറ്റാക്ക്. നല്ലൊരു ഫുഡ് നോക്കി. നല്ല വിശക്കുണ്ട്. അക്കൽപ്പ് വിശക്കില്ലേക്ക്. എനിക്ക് നല്ല വിശക്കുണ്ട്. എനിക്ക് വിശക്കില്ല നോക്കി നല്ല വിശക്കുണ്ട്. ഇവിടെ പിന്നെന്താ അറിയോ, ഇവിടത്തെ കേസ് എന്താന്ന് വെച്ചാല് നമ്മള് ഇവിടെ ബഹിഷ്കരിച്ചതാണ്. ഇവിടുത്തെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് നമുക്ക്. ഉമ്മന്റെ അതായത് എല്ലാ പ്രാവശ്യം ഉമ്മ വരലുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഉമ്മ അതന്നെ അതിനേശം ഉമ്മ വന്നിക്കില്ല. ശരിയാണ്. ഉമ്മനെ ഇവിടുത്തെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയി. ആ സമയത്ത് നമുക്ക് ഫുഡ് തരാൻ ഒരു ഭയങ്കര ലേറ്റ് ആക്കി. നമ്മൾ വന്നതിന് ശേഷമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുത്തോണ്ടേ നിൽക്കും. അപ്പൊ നമ്മളൊരു 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞ സമയത്ത് നമ്മൾ പോയി ചോദിച്ച് അതിന് ശേഷം ഒരു ഫുഡ് കൊണ്ടുപോയി തന്നെ. ഈ ഫുഡ് കൊണ്ടുപോയി തന്ന സമയത്ത് അതില് ഉപ്പേരില്ല, പപ്പടില്ല, ഒന്നുമില്ല. വെറും ഒരു ചോറ് സാമ്പാർ മാത്രം. പൈസ ആണ്, പൈസക്ക് പൈസ ഉണ്ട് താനും. 150 ഉണ്ടോ? 110 പുറമെ ഉണ്ട്. അതായത് യൂഷ്വലി ഉള്ള മീൽ നമ്മൾ സാധാ ചോറ് വാങ്ങിച്ചോട്ടോ. അത് പുറത്തെ അപേക്ഷിച്ച് ഇവിടെ പൈസ കൂടുതലാ. അതൊക്കെ പോട്ടെ, പൈസന്റെ പ്രശ്നമല്ലേ. പൈസ നല്ല ഫുഡാണെങ്കിൽ നമ്മൾ പൈസ എടുത്ത് കഴിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. പക്ഷെ ഇത് അങ്ങനെ കൊണ്ടുതന്ന അത് പോട്ടെ. അത് നമ്മള് ചോദിച്ചിട്ട് അതിന്റെ ദേഷ്യമാണോന്നൊന്നും എനിക്കറിയില്ല. ആ സൈഡിൽ കൂടി പോകുന്ന സെർവ് ചെയ്യുന്ന ഒരാള് ഉമ്മന്റെ മേല് കൊണ്ടുപോയിട്ട് മൊത്തം അല്ല പുതിയ ചുരിദാറെല്ലാം ഫുള്ള് കറി ഒഴിച്ച്. ഏറ്റവും വലിയ പ്രശ്നം കറി ഒഴിച്ചതല്ല നമുക്ക് വിഷയം. അതന്നെ. അതിപ്പോ ചിലപ്പോ ഓരോ അറിയാണ്ട് തട്ടിപ്പോയതോ വാട്ടോ എന്താ അറിയൂല, എന്തെങ്കിലും ആവട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു സോറി പറയണം. സോറി പറഞ്ഞില്ലെങ്കിൽ തുണി എടുത്ത് തരാം, എന്തെങ്കിലും പറ്റുമോ ചോദിക്കാ, ടിഷ്യൂ പേപ്പർ തരാ, ഒന്നുമില്ല. അതിനുശേഷം നമ്മൾ അവിടെ ക്യാൻറ്റീനില് ഫുഡേ നമ്മള് കഴിച്ചു. വിശപ്പുണ്ടെങ്കിൽ സഹിച്ചിരിക്കാൻ. ആ കറി മാറുന്ന സമയത്ത് അങ്ങനെ സംഭവം നടന്നമാതിരി അവിടുത്തെ ഒരാൾക്കില്ല. ഒരു മൈൻഡ് ഇല്ല. പൊളിക്കണമെന്നോ അല്ലെങ്കിൽ ക്ലീൻ ആക്കണമെന്നൊന്നുമില്ല. അതിനുശേഷം നമ്മൾ അവിടുത്തെ ക്യാൻറ്റീനിൽ നമ്മൾ പോയിട്ടില്ല. വിശക്കുണ്ടെങ്കിൽ എങ്ങനെങ്കിലും നമ്മള് പുറത്തിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാന്നല്ലാതെ പട്ടിണി കിടന്നാലും വേണ്ടില്ല. അവിടെ പോവില്ല. അപ്പൊ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാം വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞില്ലേ. ഇപ്പൊ സമാധാനം. അപ്പൊ എന്താ പറയാ, അപ്പൊ നമ്മളെ ഒരു ചെറിയൊരു വിശേഷം നിങ്ങളായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് എടുത്തത് ഇവ. അപ്പൊ അങ്ങനെ എന്താ പറയാ, കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വേറൊരു വ്ളോഗിൽ വരുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.